അപ്പോൾ ഇന്നത്തെ റെസിപ്പി വറുത്തരച്ച ചിക്കൻ കറിയാണ്. അതിനായിട്ട് നമുക്ക് ഫസ്റ്റ് ഒരു തേങ്ങയുടെ മിക്സ് റെഡിയാക്കാനുണ്ട്. അതിന് കുറച്ച് ചുവന്നുള്ളിയും കറിവേപ്പും പച്ചമുളകും ജീരകവും കുരുമുളകും പിന്നെ കുറച്ച് തേങ്ങ ആവശ്യമുണ്ട്. ഒരു പാൻ അടുപ്പത്ത് വെക്കുക, വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വരുമ്പം നമുക്കിതിലേക്ക് തേങ്ങ ആഡ് ചെയ്യാം. എന്നിട്ട് നല്ല ലോ ഫ്ലെയിമിലിട്ടിട്ട് ആദ്യം ഹൈ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം പിന്നെ ലോ ഫ്ലെയിമിലാക്കിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇളക്കി കൊടുക്കണം കേട്ടോ നന്നായിട്ട്. എന്നിട്ട് ബ്രൗൺ കളറായാൽ നമുക്കിത് മാറ്റി വെക്കാം. പിന്നെ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഒരു സ്മെല്ലൊക്കെ മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് 2 സവാള ആഡ് ചെയ്യാം. അതിന് കൂടെ കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും കൂടി ആഡ് ചെയ്തു. പിന്നെ കുറച്ച് ഉപ്പ് കൂടെ ഇട്ടിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് സെറ്റായി വരുമ്പം നമുക്ക് കുറച്ചുകൂടെ ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചുകൂടെ ഉപ്പ് ആഡ് ചെയ്തു. പിന്നെ അതിലേക്ക് കുറച്ച് തക്കാളി വേണം. ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ആ സമയം കൊണ്ട് നമ്മുടെ തേങ്ങയുടെ മിക്സ് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അതൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. കുറച്ച് വെള്ളമൂടെ ആഡ് ചെയ്ത്, ഒരുപാട് വെള്ളം വേണ്ട കേട്ടോ, കുറച്ച് വെള്ളമൂടെ ആഡ് ചെയ്ത് നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിലും തക്കാളിയൊക്കെ നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സ്പൈസസ് പൗഡറുകളൊക്കെ ഒന്ന് ആഡ് ചെയ്യണം. അപ്പം അതിനായിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല ഓർ ചിക്കൻ മസാല പൗഡർ ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതെല്ലാം കൂടി അങ്ങ് നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ അതിലേക്ക് നമുക്ക് കഴുകി വെച്ച ചിക്കൻ ആഡ് ചെയ്യാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ചിക്കനിലേക്ക് നല്ല മസാലയൊക്കെ പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ ഒരു 5 മിനിറ്റ് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടൊന്ന് വെക്കാം. പിന്നെ കുറച്ച് ചൂടുവെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 2 ഗ്ലാസ് ചൂടുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമ്മളത് ഒന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 10-20 മിനിറ്റ് ആകുമ്പോൾ സെറ്റായി കിട്ടും. അതിലേക്ക് പിന്നെ നമ്മുടെ തേങ്ങയുടെ അരപ്പ് കൂടെ അങ്ങ് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് മിക്സാക്കി എടുക്കാം. തേങ്ങയുടെ അരപ്പിട്ടിട്ട് ഒരു 5 മിനിറ്റ് കൂടെ വെച്ച് കഴിഞ്ഞാൽ സംഭവം സെറ്റാട്ടോ. അപ്പം നമ്മുടെ വറുത്തരച്ച ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിച്ച അടിപൊളി ടേസ്റ്റ് ആട്ടോ.